മുത്തച്ഛ, ഒരു കഥ പറയാമോ? പിന്നെന്താ മനു, ഇന്നത്തെ പഠിപ്പെല്ലാം കഴിഞ്ഞു. ആ, എങ്കിൽ പറഞ്ഞുതരാം. എപ്പോഴും നിൻ്റെ ഒരു ഇതാണല്ലോ, പഠിപ്പെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഉടനെ ഒരു കഥ കേൾക്കണം. അപ്പം ഇന്നെന്ത് കഥയാണ് പറയുക? നമ്മൾ കാടിൻ്റെ കഥയാണ് കഴിഞ്ഞ തവണ പറഞ്ഞതല്ലേ, ഇന്നലെ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമുക്കൊരു മത്സ്യത്തിൻ്റെ കഥ പറയാം. മത്സ്യം എന്നാൽ മത്സ്യം, മീൻ. ശരി, ഒരു സുവർണ മത്സ്യം എന്നാൽ ഒരു സ്വർണ്ണ മീനിൻ്റെ കഥ. ഒരിടത്ത് ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരു അപ്പൂപ്പനെ പോലെ വയസ്സായ ഒരാളുണ്ട്. അദ്ദേഹം എന്നും രാവിലെ എഴുന്നേറ്റ് ആ കുളത്തിൽ കുളിച്ച് അവിടെ നിന്ന് ദൈവത്തിനെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കും. ആ കുളത്തിൽ അതിമനോഹരമായ ഒരു സ്വർണ്ണ മത്സ്യമുണ്ട്. ആ മത്സ്യത്തിനെ കാണാൻ അത്ര ഭംഗിയാണ്. കണ്ടാലൊരു സ്വർണ്ണ കട്ടിയാണെന്ന് തോന്നുന്നു. ഒരു സ്വർണ്ണ കട്ടി, ആ തെളിഞ്ഞ വെള്ളമാണ്. ആ വെള്ളത്തിൽ ഇങ്ങനെ പോകുന്നത് കാണാം. ചില സമയങ്ങളിൽ മാത്രം ഒരു ദിവസം വരും, പിന്നെ ആ കുളത്തിൽ അതിനെ കാണാൻ കഴിയില്ല. അത് അടിത്തട്ടിൽ പോയി ഒളിച്ചിരിക്കുന്നതായിരിക്കാം, ആർക്കും അറിയില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ എന്നും ആ സ്വർണ്ണ മത്സ്യം വരും, പിന്നെ അപ്രത്യക്ഷമാകും. ഇതിലെന്താണ് പ്രത്യേകത? എല്ലാ മാസവും നല്ലൊരു സ്വർണ്ണ നാണയം ഇദ്ദേഹം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആ കുളക്കടവിൽ ആ മത്സ്യം വെച്ചിട്ട് പോകും. അതെന്താ സ്വർണ്ണ നാണയം? സ്വർണം കൊണ്ടുള്ള വിലപിടിപ്പുള്ള ഒരിത്. അതെങ്ങനെ മത്സ്യം സ്വർണം കൊടുക്കും? മോനെ, ഇത് കഥയില്ലേ? പണ്ടുള്ള കഥകളെല്ലാം എന്തിനാണ്? ഗുണപാഠങ്ങളും അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ മാത്രം. അപ്പോൾ കഥയിൽ നമ്മളെന്ത് പറയും? കഥയിൽ ചോദ്യമില്ല. അപ്പോൾ ഇതിലെന്താണ് ഇനിയുള്ളത്? അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ വയസ്സായി. അദ്ദേഹത്തിൻ്റെ മകൻ കല്യാണമെല്ലാം കഴിഞ്ഞിരുന്നു. കല്യാണം കഴിഞ്ഞ് ഭാര്യയുണ്ട്. ആ ഭാര്യയ്ക്ക് ഒരു അനിയനുണ്ട്. അനിയൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നൊക്കെ പോവും ഈ വീട്ടിൽ. അപ്പോൾ മകനോട് പറഞ്ഞു, മോനെ, ഞാൻ ചെയ്യുന്നത് പോലെ എനിക്ക് വയസ്സായി വരുന്നു, എൻ്റെ കാലം കഴിയാറായി. എൻ്റെ കാലശേഷവും നീ ഈ കുളത്തിൽ കുളിച്ച് കഴിഞ്ഞ് എന്നും ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ മത്സ്യത്തിനെയും വിചാരിച്ചൊന്ന് പ്രാർത്ഥിക്കുക. നമുക്കെന്നും ഒരു ഐശ്വര്യം വരും, ഒരു സമാധാനമുണ്ടാവും വീട്ടിൽ. നമ്മുടെ പല കാര്യങ്ങളും കഴിഞ്ഞു പോകുന്നത് ഈ മത്സ്യം മാസത്തിലൊരിക്കൽ തരുന്ന സ്വർണ്ണ നാണയത്തിലാണ്. ആ സ്വർണ്ണ നാണയം വിറ്റ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ കഴിയാനുണ്ട്. ബാക്കി നമ്മൾ അധ്വാനിച്ചും കൃഷികൾ ചെയ്തും ജീവിക്കുന്നുണ്ട്. ഇത് ദൈവം തരുന്നതിന് തുല്യം. അപ്പോൾ അതിന് ആ ഒരു ബഹുമാനവും ഭക്തിയും എന്നും കൊടുക്കണം. മകൻ അതെല്ലാം കേട്ട് തലയാട്ടി ശരിയെന്ന് പറഞ്ഞു. കുറച്ച് കാലത്തിന് ശേഷം അദ്ദേഹം മരിച്ചുപോയി. അതെന്താ മുത്തച്ഛ ഈ മരിച്ചു പോകുക എന്നുള്ളത്? മരിച്ചു പോകുക എന്നുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തൊരു കാലത്ത് നമ്മൾ ഈ ലോകത്ത് ജനിക്കുകയും നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചില്ലെങ്കിലും നമ്മൾ ഈ ലോകം വിട്ട് പോവുകയും ചെയ്യും. അത് ദൈവം വിളിക്കുന്നതാവാം, ഏതോ ഒരു ശക്തിയാൽ വരുന്നു, അതിൽ തിരിച്ചങ്ങ് അലിഞ്ഞു ചേരുന്നു. അതിനെയാണ് നമ്മൾ മരിച്ചു പോകുന്നു എന്ന് പറയുന്നത്. ശരി മുത്തച്ഛ, പിന്നെന്തായാ? അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം മകനും ഭാര്യയും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും. നമുക്കൊരു വലിയ വീടുണ്ടാക്കണം, ഭാര്യയ്ക്കൊരു ആഗ്രഹം. അപ്പോൾ ഈ ഭാര്യയുടെ അനിയനും അവിടെ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ അയാളും പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ മകനോട്, ഈ ചെറിയ വീടൊക്കെ മാറ്റി നമുക്കൊരു വലിയ വീട് വയ്ക്കണം, അതിന് ഒരുപാട് പൈസയാകുമല്ലോ. ഇദ്ദേഹം പറഞ്ഞു, അതേ പൈസയാകും. അതിനിപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് കൃഷിയാണ് പണി. കൃഷി വഴി നമുക്ക് പൈസയെല്ലാം കിട്ടുന്നുണ്ട്. അത് വെച്ച് നമ്മൾ മാസാമാസം ജീവിതം വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പോകുന്നുണ്ടല്ലോ. ഇപ്പോൾ വലിയൊരു വീടിൻ്റെ ആവശ്യമുണ്ടോ? നമ്മുടെ ഈ വീട്ടിൽ തന്നെ എന്ത് ശാന്ത സമാധാനമാണ് അച്ഛൻ നമുക്ക് നൽകിയിട്ട് പോയ വീട്. അല്ലല്ല, നമുക്കൊരു വലിയ വീട് വേണം. ഇനി 2 മക്കളുണ്ട്, അവരൊക്കെ വലുതായി വരെയില്ലേ. അത് നമുക്ക് ഒന്നൊന്നായിട്ട് പടിപടിയായിട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് മാസാമാസം ഒരു സ്വർണ്ണ നാണയവും അച്ഛൻ പറഞ്ഞതുപോലെ ആ മത്സ്യം തരുന്നുണ്ട്. അത് നമ്മുടെ മറ്റു ചിലവുകൾക്കും ആകുന്നുണ്ട്. അപ്പോൾ ഭാര്യയുടെ അനിയൻ പറഞ്ഞു, അളിയനോ എന്ന് വെച്ചാൽ അത് ആ ഒരു ബന്ധത്തിൽ അങ്ങനെ അവർ വിളിക്കുന്നതാണ്. എന്താണ് അളിയ, നമുക്കതിലൊരു വഴിയുണ്ട്. എന്താണ്? ആ മത്സ്യത്തിനെ ഞാനൊരിക്കൽ കണ്ടു. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു വലിയ മത്സ്യം, സാധാരണ മത്സ്യത്തിനേക്കാളും
അത് കണ്ടാൽ തന്നെ അറിയാം, മൊത്തം ഒരു സ്വർണ്ണ കട്ടി പോലെ ഉണ്ട്. നമുക്കതിനെ പതുക്കെ പിടിച്ച് നമുക്കതിനെ വിൽക്കാം. അത് വിറ്റാൽ നമുക്ക് ജോലിക്കും പോണ്ട, നമുക്ക് ഒരു വീടല്ല 2 വീട് വയ്ക്കാനും അത്രയ്ക്ക് സ്വത്ത് കിട്ടും, നമുക്കത് ചെയ്യാം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇല്ല അത് വേണ്ട. അച്ഛൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, അത് ദൈവികമായതാണ്. ഏതോ ഒരു ശക്തിയിൽ അച്ഛൻ എത്രയോ കാലം അച്ഛനും അച്ഛൻ്റെ അച്ഛനും ഒക്കെ പ്രാർത്ഥിച്ച് അത് വരുന്നതാണ്. എല്ലാവർക്കും ആ മത്സ്യം അങ്ങനെ മാസത്തിലൊരിക്കൽ സ്വർണ്ണ നാണയമൊന്നും കൊടുക്കാറില്ല, എന്നെങ്കിലും വന്ന് തരുന്നു. നമുക്കത് ഒരു ഉപകാരപ്രദമല്ലേ, നമ്മളത് ചെയ്യണോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും പറഞ്ഞു, നിങ്ങളെപ്പോഴും ഇങ്ങനെയാണ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ പോയാലോ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. മത്സ്യമല്ലേ, എത്രയോ പേര് മത്സ്യത്തിനെ പിടിക്കുന്നു, ഭക്ഷിക്കുന്നു, അതെല്ലാം ചെയ്യുന്നു. അല്ല, അത് നമുക്ക് വേറൊരു കാര്യത്തിന് ചെയ്യുന്നു. പക്ഷേ ഇതിലൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് ആ പ്രത്യേകതയും നമ്മളതിനെ പരിപാലിച്ച് പോകുന്നതിനെ നമ്മളങ്ങനെ ചെയ്യണോ? അത് നമുക്ക് തന്നെ ഒരു വിനയായിട്ട് വരില്ലേ? ഇല്ല നമുക്ക് ഇത്. അദ്ദേഹം ആദ്യം വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് നാൾ ഭാര്യയും അളിയനും സംസാരിക്കാതിരുന്നു. പിന്നെ അദ്ദേഹത്തിന് വിഷമമായി. ശരി, ഒന്ന് ശ്രമിച്ചു നോക്കണോ? മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹം സമ്മതിച്ചു. ശരി, ആ മത്സ്യത്തിനെ നമുക്ക് അടുത്ത തവണ വരുമ്പോൾ നമുക്ക് പിടിക്കാം. അപ്പോൾ ഇവരെന്ത് ചെയ്തു? അളിയൻ ഒളിച്ച് കുളക്കടവിൽ നിൽക്കുകയും ഒരു വലയും പിടിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു, വലിയൊരു വല. അപ്പോൾ ഇദ്ദേഹം പതിവ് പോലെ പ്രാർത്ഥിച്ചു. മകൻ പ്രാർത്ഥന കഴിഞ്ഞതും മാസം ഒരിക്കൽ ആയപ്പോൾ അത് വന്ന് സ്വർണം വയ്ക്കും. പക്ഷേ ഇത്തവണ വന്നപ്പോൾ എന്ത് ചെയ്തു? ഇദ്ദേഹം ഇദ്ദേഹത്തിനൊരു വിഷമമുണ്ട്. പ്രാർത്ഥിച്ച് വന്നതും അളിയൻ ആ ഒരു വലിയ വല എറിഞ്ഞ് ആ മത്സ്യത്തിനെ പിടിച്ച് ഇങ്ങോട്ട് കരയിലോട്ട് കയറ്റി ശ്രമിച്ചു. ഇവർ രണ്ടുപേരും നീക്കി പെട്ടെന്ന് വലയിൽ നിന്നും ആ മത്സ്യം അപ്രത്യക്ഷമായി. അവർക്കൊന്നും മനസ്സിലായില്ല. വലയിൽ പിടിച്ച മത്സ്യം അവിടെ കാണാനില്ല. ഇവരെല്ലാം കുളത്തിലൊക്കെ ഇങ്ങനെ നോക്കി. ആകെ നിരാശയാണ് ഫലം. അന്ന് ആ സ്വർണ്ണ നാണയം കിട്ടേണ്ട ദിവസമായിരുന്നു. ആ നാണയവും കിട്ടിയില്ല. പിന്നെ ഇവരെന്തായി? നേരെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കലശലായ പനിയും വീട്ടിലാകെ ഒരു വിഷമവും. പെട്ടെന്ന് വന്ന് നോക്കിയപ്പോൾ കുട്ടികളൊക്കെ ഏതോ അടുത്തുള്ള സ്കൂളിലോ പള്ളിക്കൂടത്തിലോ പഠിക്കാൻ പോയിട്ടുണ്ട്. അവിടെ നിന്ന് വന്ന് അവരവിടെ വീഴുന്ന ആകെ ഒരു വിഷമം. അപ്പോൾ ഈ മകൻ പറഞ്ഞു, എന്തോ എനിക്ക് തോന്നുന്നുണ്ട്, ദൈവീകമായിട്ട് നിന്ന് നമുക്കൊരു അനുഗ്രഹമായിരുന്നു. നിങ്ങളുടെ വാക്ക് കേട്ട് ഞാനിത് ചെയ്തു. ഇപ്പോൾ നോക്കൂ, ഭാര്യയ്ക്കും വയ്യ. ഇതെന്താ മുത്തച്ഛ ഇത് കാണിക്കുന്നത്, ഇങ്ങനെ വയ്യാതെ? ഇതെന്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു ഐശ്വര്യപരമായ ഒരു കാര്യം നടന്നുകൊണ്ടിരുന്നു. ഈ കഥയുടെ ഇത് ഒന്നുമല്ല. കഥയുടെ കാതൽ എന്തെന്ന് വെച്ചാൽ അത്യാഗ്രഹം. മനുഷ്യന് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്യാഗ്രഹിയായ ഒരു ജീവി. അതെന്താ അത്യാഗ്രഹിയായ ജീവി? അത്യാഗ്രഹം എന്ന് വെച്ചാൽ വീണ്ടും 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 നമുക്ക് നന്മയ ഓരോ കാര്യത്തിനും അതിൻ്റേതായ ഒരു കാലതാമസവും ഉണ്ട്. നമ്മൾ അതിന് ക്ഷമയോടെ കാത്തിരിക്കണം. നമ്മുടെ സമയമാകുമ്പോൾ അത് നമ്മളെ തേടി നല്ലതായിട്ട് വരും. നമ്മൾ നന്മകൾ ചെയ്തും നമ്മുടെ കടമകളും ചെയ്ത് നമ്മൾ വിഷമഘട്ടത്തിലും മുമ്പോട്ട് പോകണം. പ്രതിസന്ധിയെ അതിജീവിച്ച് മുന്നോട്ട് പോകണം. നമുക്ക് അന്യൻ്റേതായ സാധനങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് അർഹതയില്ലെന്നറിഞ്ഞ് അതിനെ മുൻകൂട്ടി എടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. അപ്പോൾ ആഗ്രഹം നമുക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷയും, അത്യാഗ്രഹം പാടില്ല. അത്യാഗ്രഹം എന്താണ്? അത്യാഗ്രഹം ആപത്ത് വരുത്തും. നല്ല കഥയാണല്ലോ സുവർണ്ണ മത്സ്യം, നല്ല കഥയാണ്. അപ്പോൾ ഇനി നമുക്ക് നാളെ വേറൊരു കഥ കേൾക്കാം.